നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി കഴിഞ്ഞ 8 വർഷത്തിലധികമായി മലയാള ചലച്ചിത്ര ലോകത്തും പൊതുസമൂഹത്തിലും നിലനിന്നിരുന്ന ഒരു വലിയ നിയമ പോരാട്ടത്തിനാണ് താൽക്കാലിക വിരാമമിട്ടിരിക്കുന്നത്. കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത ഈ കേസിൽ വിചാരണയ്ക്ക് ശേഷമുള്ള ഈ നിർണായകമായ തീരുമാനം വിവിധ മേഖലകളിൽ നിന്നും ശക്തവും ധ്രുവീകരിക്കപ്പെട്ടതുമായ പ്രതികരണങ്ങളാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ വിധിയോട് പ്രതികരിച്ചുകൊണ്ട് പുറത്തുവന്ന പ്രധാനപ്പെട്ട ആദ്യ പ്രതികരണങ്ങളെ കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. കോടതി വിധിക്ക് ശേഷം ദിലീപ് നടത്തിയ പ്രതികരണം കേസിനെ ഒരു നിയമ പോരാട്ടം എന്നതിലുപരി വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെയും ഗൂഢാലോചനയുടെയും തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. തനിക്കെതിരെ നടന്ന ഈ സംഭവങ്ങൾക്ക് പിന്നിൽ മുൻ ഭാര്യയായ മഞ്ജു വാര്യരുടെ ഗൂഢാലോചനയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു. നടിയെ ആക്രമിച്ച സംഭവത്തെ തനിക്കെതിരായ ഒരു ആസൂത്രിത നീക്കമായിട്ടാണ് ദിലീപ് കാണുന്നത്. തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ ഗൂഢാലോചന നടപ്പിലാക്കുന്നതിനായി ചില മാധ്യമങ്ങളെയും പോലീസിലെ ചില ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് ഒരു കള്ളക്കഥ മെനയുകയായിരുന്നു. ഈ കള്ളക്കഥ പിന്നീട് അതിവേഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടു. എന്നാൽ സത്യം കോടതിയിൽ തെളിഞ്ഞെന്നും പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്കൊപ്പം നിലയുറപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ഈ പ്രതികരണം കേവലം നിയമപരമായ വിടുതൽ എന്നതിലുപരി പൊതുസമൂഹത്തിനു മുന്നിൽ തന്റെ നിരപരാധിത്വം സ്ഥാപിക്കാനുള്ള ശക്തമായ ശ്രമമായിരുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഏറെ വിവാദങ്ങളിൽ അകപ്പെട്ട താരസംഘടനയാണ് AMMA. കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി വന്നതിന് പിന്നാലെ വളരെ കരുതലോടെയുള്ള ഒരു പ്രതികരണമാണ് അമ്മ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നതായിരുന്നു അവരുടെ പ്രതികരണം. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതും പിന്നീട് മോഹൻലാൽ പ്രസിഡന്റായ നേതൃത്വത്തിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഈ തിരിച്ചെടുക്കൽ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പല നടിമാരും സംഘടനയിൽ നിന്നും രാജിവെച്ചിരുന്നു. തുടർന്ന് വിവാദങ്ങൾ ഒഴിവാക്കുന്നതിനായി ദിലീപ് തന്നെ സ്വയം അമ്മയിലേക്ക് ഇല്ലെന്ന് പ്രതികരിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ കോടതി വിധി വരുമ്പോൾ സംഘടന കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കോടതിയെ ബഹുമാനിക്കുന്നു എന്ന നയതന്ത്രപരമായ നിലപാട് സ്വീകരിച്ചത്. കോടതി വിധി അതിജീവിതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയതെന്നാണ് അവരെ പിന്തുണയ്ക്കുന്നവരും പൊതുസമൂഹത്തിലെ ഒരു വിഭാഗവും വിലയിരുത്തുന്നത്. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. മലയാള സിനിമയിലെ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന നടി പാർവതി തിരുവോത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. താരസംഘടനയായ അമ്മയുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു പാർവതിയുടെ പ്രതികരണം. കോടതിയിൽ നിന്നുണ്ടായത് എന്ത് നീതിയാണ് എന്നവർ ചോദ്യവും ഉയർത്തി. മാത്രമല്ല, ഈ വിധി ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണോ എന്നും പാർവതി സംശയം പ്രകടിപ്പിച്ചു. ഇത് കേവലം ഒരാളുടെ വിധി എന്നതിലുപരി നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രതികരണമായിരുന്നു. അതിജീവിതയുടെ വീട്ടിലിരുന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഭാഗ്യലക്ഷ്മി അതിജീവിതയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചു. മരണം വരെ അവൾക്കൊപ്പമാണ് എന്നവർ ഉറപ്പു നൽകി. അതിജീവിത ഇപ്പോൾ നീതി നിഷേധത്തിന്റെ ഷോക്കിലാണ് കഴിയുന്നത്. കൂടാതെ താരസംഘടനയായ അമ്മ ഈ വിധി ആഘോഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വരും ദിവസങ്ങളിൽ അത് കാണാൻ കഴിയുമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. ഈ പ്രതികരണങ്ങൾ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന ശക്തമായ പൊതുവികാരം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. സംസ്ഥാന സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. ഏതറ്റം വരെയും പോകാൻ സർക്കാർ തയ്യാറാണെന്നാണ് CPMന്റെ നിലപാട്. ഗൂഢാലോചന തെളിയിക്കപ്പെടണമെന്നാണ് കേരള സമൂഹം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രതികരണം അതിജീവിതയ്ക്ക് നിയമപരമായ പിന്തുണ തുടർന്നും നൽകുമെന്നതിലേക്കുള്ള സൂചനയാണ്. അതോടൊപ്പം വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചവരും ചലച്ചിത്ര മേഖലയിലും പുറത്തുമുള്ളവരാണ്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ രാഹുലിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും പ്രതികരിച്ചു. സത്യമേവ ജയതേ എന്ന കുറിപ്പോടെ ദിലീപും രാഹുലും ഒന്നിച്ചുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചു. സത്യമേവ ജയതേ, സത്യം ജയിക്കും എല്ലായ്പ്പോഴും എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രതികരണം. ഇത് കുറെ സിനിമാക്കാരും പോലീസുകാരും ഉൾപ്പെടെ ഒരാൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ്. അദ്ദേഹത്തിന് ഈ കേസിനായി എത്ര കോടികളാണ് ചെലവഴിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ദിലീപ് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്നിരിക്കുകയാണെന്നും ഇത് സന്തോഷമുള്ള കാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഈ വിധി മലയാള സിനിമാ ലോകത്തെയും പൊതുസമൂഹത്തെയും രണ്ടായി തിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് നിയമപരമായ വിജയം ആഘോഷിക്കുന്ന ദിലീപിന്റെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ശബ്ദം, മറുവശത്ത് അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയും കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ രോഷം. ഈ വിധിക്ക് ശേഷം തുടർ നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി ചർച്ചകളും രാഷ്ട്രീയ പ്രതികരണങ്ങളും.